ഏഴരക്കുണ്ട് വാട്ടർഫോൾസ് കാണാൻ പോവുകയാണ്. നടന്നും പോവാം, ഇവിടെ നിന്ന് ജീപ്പ് എടുത്തും പോവാം. KSRTCയുടെ പാക്കേജ് ടൂർ വന്ന് നടക്കുകയാണ്. അതിൻ്റെ തിരക്കാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഓരോരോ 10 പേരെ വെച്ച് ജീപ്പ് കയറ്റി വിടുകയാണ്. അതിൻ്റെ എടുത്തോണ്ടി വരുന്നു. കുറേ വലിയൊഴിച്ച് കയറി പോകാനുണ്ട്. അതിന് മേൽഭാഗത്ത് പോവാം, വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗമാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത്. ഞങ്ങൾ ജീപ്പ് സവാരി നടത്തി, ഓഫ് റോഡ് സവാരി നടത്തി ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിന് മുമ്പിലെത്തിയിരിക്കുകയാണ്. അതിൻ്റെ എൻട്രൻസ് ഗേറ്റിലെത്തിയിരിക്കുകയാണ്. ഇത് DTPC കണ്ണൂരാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ടിക്കറ്റ് ചോദിക്കുന്നുണ്ട്. ഇത്ര കയറാനല്ലേ ഉള്ളൂ, തീർന്നല്ലോ. താഴെ പോകണമില്ലേ? മേളിൽ നിന്നുള്ള വ്യൂ കാണും. കുളിക്കണമെങ്കിൽ താഴെ പോകണം. പല തട്ടിൽ വ്യൂ കാണാനായിട്ടുള്ള സ്ഥലങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോരോ സ്ഥലത്ത്. അപ്പോൾ ആദ്യം മേളിൽ തന്നെ പോവാം. മേളിൽ തന്നെ പോയി മേളിൽ നിന്നുള്ള താഴോട്ടുള്ള വ്യൂ കാണാം. 2 തട്ടിലായിട്ടാണ്. അവിടെ നിന്ന് 1 തട്ട്, 2, 3, 4, ഇവിടത്തത് 5, വീണ്ടും താഴോട്ട് 6. ഓരോ സ്ഥലത്തും പൂൾ ഫോം ചെയ്യുന്നുണ്ട്. ഏറ്റവും മേളിലൊരു പൂളുണ്ട്, സ്വിമ്മിംഗ് പൂളാണ് കിടക്കുകയാണ്. അവിടെ ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്കതിനകത്ത് ഇറങ്ങാൻ പറ്റൂ. 2ാമത്തെ പൂള് ക്ലോസ്ഡാണ്. 3ാമത്തെ പൂള് ഇറങ്ങാം, പക്ഷേ ലൈഫ് ജാക്കറ്റ് ഒന്നും കാണുന്നില്ല. അവിടെ ഇറങ്ങാൻ പറ്റും. കുറേ കൂടെ അടുത്ത് പോയാൽ കുറേ കൂടെ നല്ല വ്യൂ കിട്ടും. അത് ഡോക്ടർ കിഷോർ കുമാറിൻ്റെ 54 ജന്മദിനം ആഘോഷിക്കുകയാണ്. അത് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ വെച്ചിട്ടാണ്. വെള്ളച്ചാട്ടം ഇവിടെ കാണും. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പൊസിഷൻ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ തന്നെയാണോ ഇതിൻ്റെ പരിപാടി? അതെ, ഇവിടെ പുറത്ത് തുറന്നു വെച്ചു. നല്ല പോലെ വീട്ടുണ്ടോ? അതൊന്നുമില്ല. നല്ല പൂ പോലെ തുറന്നു വെച്ചു. അതെ. കേക്ക് മുറിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, റെഡി പറയണേ. റെഡി. 1, 2, 3. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ടൂർ ഓപ്പറേറ്റർക്ക് അല്ലെങ്കിൽ അല്ല, ടൂർ ഓപ്പറേറ്റർ നിങ്ങൾക്ക് ടൂർ ഓപ്പറേറ്റർ നിങ്ങളാണ് അതിൻ്റെ അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ക്ലോസപ്പ് ദൃശ്യമാണ്. ഇവിടെ നമുക്ക് കുളിക്കാം. പക്ഷേ കുളിക്കണമെങ്കിൽ കണ്ടീഷനുണ്ട്. ലൈഫ് ജാക്കറ്റുണ്ട്. ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് മാത്രമേ ഇതിനകത്ത് ഇറങ്ങാൻ പാടുള്ളൂ. അവിടെ കയറ് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒഴുകി അങ്ങ് അപ്പുറത്തോട്ട് പോകത്തില്ല. ഇതൊരു കുണ്ടാണ്. ഇതിൻ്റെ മേളിൽ ഹവാഭാഗത്തൊരു കുണ്ടുണ്ട്. അതിൻ്റെ മേളിലൊരു കുണ്ടുണ്ട്. കാണാൻ പറ്റാത്ത 2 കുണ്ടുകളുണ്ട്. പിന്നെ ഒരു ചെറിയ താഴോട്ടും കുണ്ടുകളുണ്ട്. കുളങ്ങൾ ചെറിയ ചെറിയ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഫോം ചെയ്യുന്ന ചെറിയ പാറയിടുക്ക്. അതാണ് കുണ്ടെന്ന് പറയുന്നത്. ായിട്ടുള്ള 2ാമത്തെ കുണ്ടിലാണ്. പിന്നെ 3ാമത്തത് അവിടാണ്. ഈ കുണ്ടിൽ മാത്രമേ ആൾക്കാർ കുളിക്കുന്നതായിട്ട് കാണുന്നില്ല. ഓരോരോ കുണ്ട് കണ്ട് താഴോട്ട് ഇറങ്ങിപ്പോവാം. ആ വെള്ളച്ചാട്ടം 2ാമത്തെ തട്ടിലോട്ട് വരികയാണ്. വെള്ളം ഒഴുകി. ഇവിടെ വെള്ളത്തിൽ തെളിഞ്ഞ വെള്ളമാണ്. അടിത്തട്ട് കാണുന്ന വെള്ളമാണ്. അതായത് ഡോക്കി റിവറിലെ മേഘാലയയിലെ ക്ലീനസ്റ്റ് റിവർ. അവിടെ അടിത്തട്ട് കാണുന്ന പോലെ ഇവിടെയും നമുക്ക് അടിത്തട്ട് കാണാൻ പറ്റും. ഇവിടെ എത്ര ആഴമുണ്ടെന്ന് എഴുതി വെച്ചിട്ടില്ല. എന്നാലും കുളിക്കാൻ ആരും ഇറങ്ങുന്നില്ല. അതിൻ്റെ കരയിലിരുന്ന് കാല് നനയ്ക്കാം. ഇതിലെത്തിയിരിക്കുകയാണ് അടുത്ത കുളത്തിൽ. ഇവിടെ കുളിക്കാം. എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് കുളിക്കുന്നുണ്ട്. ഇവിടെ വെള്ളത്തിൽ അടിത്തട്ട് കാണാം. നല്ല തെളിഞ്ഞ വെള്ളമാണ്. നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന കാട്ടിന് നടുക്കൂടാണ് നടന്നു പോകുന്നത്. പാത്വേയൊക്കെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ോട്ടുള്ള യാത്രകൾ തുടങ്ങിക്കഴിഞ്ഞു. തിരിച്ച് ഞങ്ങൾ ജീപ്പ് എടുക്കുന്നില്ല. തിരിച്ച് ഇങ്ങനെയൊക്കെ കാട്ടുവഴി കൂടെ തന്നെ യാത്ര ചെയ്യുന്നു. ഇവിടെ മൊത്തം മുളങ്കൂട്ടമാണ്. ഈറ്റ മുളങ്കൂട്ടമല്ല, ഈറ്റ.
റോഡ് ഒന്നുമില്ല, എന്നാലും നടന്നു പോകാനായിട്ട് നമുക്ക് കഴിയും. നല്ല ഇറക്കമായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈറ്റയുടെ ഒരു ആർച്ച് കാണുന്നുണ്ട് ഇവിടെ. ആർച്ച് പോലെ സ്ഥലം കാണുന്നുണ്ട്. അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുകയാണ്. ഇവിടെ ഒരു തൂക്കുപാലമുണ്ട്. ഇതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ കുറുകെയുള്ള പാലമാണ്. അതിലെ കൂടെ നമുക്ക് നടന്ന് അപ്പുറത്ത് കിടക്കാം. അപ്പോൾ ഇതൊക്കെ കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നടന്ന് തന്നെ വരണം, അല്ലെങ്കിൽ നടന്ന് തന്നെ പോകണം. എന്നാലേ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് കഴിയുള്ളൂ. ആ തൂക്കുപാലത്തിലോട്ട് കയറാൻ പോവുകയാണ്. തടിയല്ലേ? തടിപ്പാലമല്ലേ? ആ, തടിയല്ലേ ഇത്? തടിയല്ല, കമ്പിയാണ്. കമ്പിയാണ്. തടി കണക്ക് തോന്നുമെങ്കിലും കമ്പിയാണ്. പിന്നെ പല പല തൂക്കുപാലങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കുഞ്ഞ് തൂക്കുപാലത്തിലൂടെ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങുന്ന സൂക്ഷിച്ച് വേണം, ചിലപ്പം മൂടിടിച്ച് വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. കുറച്ചും കൂടെ മുന്നോട്ട് കിടക്കുമ്പോൾ ഒരു തടിപ്പാലമുണ്ട്. ഇത് തൂക്കുപാലമല്ല, തടി വെച്ചുണ്ടാക്കിയിരിക്കുന്ന പാലമാണ്. ഈ തടിപ്പാലം കടന്ന് നമുക്ക് പോകണം. വെള്ളച്ചാട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തടിപ്പാലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല വിശാലമായൊരു ഒലിമ്പ്രദേശം കണ്ടു. അവിടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. അതും ഒരു കുണ്ടായിട്ട് കണക്കാക്കാൻ വേണമെങ്കിൽ ഏഴരക്കുണ്ടിൽ അരക്കുണ്ടായിരിക്കും അത്. ഇവിടെയും വെള്ളം കെട്ടിപ്പോണ്ട് സ്വിമ്മിംഗ് പൂൾ കണക്ക് കിടക്കുകയാണ്. ഇവിടെയൊക്കെ വേണമെങ്കിൽ ഒന്ന് കുളിക്കാൻ പറ്റും. റെയിലിംഗ് കെട്ടിയുകൊണ്ട് ഇറങ്ങാൻ പറ്റുമോ എന്നറിയത്തില്ല. മരപ്പാലം കഴിഞ്ഞു. ഇതൊരു ഇരുമ്പ് പാലം. ഇതിലേക്കൂടെ നടന്ന് ക്രോസ് ചെയ്യാം. ഏകദേശം ഞങ്ങൾ എത്താറായി. ഇവിടെ കുറേ ആക്ടിവിറ്റീസും കൂടെ ഉണ്ട് തിരിച്ച് നടന്നു വരുന്ന സമയത്ത്. ജീപ്പിൽ പോയാൽ ഇത് നമുക്ക് കിട്ടത്തില്ല, ഇത് മിസ്സായിപ്പോവും. അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ച് നടന്നു വരാമെന്ന് വിചാരിച്ചത്. ജീപ്പിൽ 8 പേർ കയറാം. ഒരു ജീപ്പിൻ്റെ റേറ്റ് 250 രൂപയാണ്. പാലം ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു വ്യൂ പോയിൻ്റാണിത്. ഇതിൻ്റെ മേളിൽ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം നന്നായിട്ട് നടുക്കിൽ നിന്ന് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ അത് വർക്കിംഗ് അല്ല, അത് ക്ലോസ് ചെയ്തിട്ടേക്കുകയാണ്. ഇവിടെയും കുണ്ടുകളൊക്കെ കാണുന്നുണ്ട്. ഈ കുണ്ടുകളൊക്കെ ഇരുന്ന് നമുക്ക് കുളിക്കാൻ പറ്റും. വലിയ വെള്ളമില്ലാത്ത, ഇപ്പോൾ വലിയ വെള്ളമൊന്നുമില്ല, നല്ല ഭംഗിയായിരിക്കും. വെള്ളച്ചാട്ടം ഞങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെ ഒരു പൂളും കൂടെ ഉണ്ട്. ഇവിടെ നമുക്ക് കുളിക്കാം. ഒരു ആഴമില്ലാത്ത സ്ഥലമാണ്. ഇവിടെ വേണേൽ കുളിക്കാം.